ആനയ്ക്കും പാപ്പാനും ഇടയ്ക്കുള്ള മീഡിയേറ്ററാണ് തോട്ടിക്കോല്. ഇതിന്റെ ഭാഷ ഭയമാണോ സ്നേഹമാണോ എന്നറിയില്ല. അതുപോലെയാണ് ഇന്ന് ഈ സ്മാർട്ട് കീയും കാറും തമ്മിലുള്ള ബന്ധം. ഡേ ഇത് ഷേക്സ്പീരിയൻ സോണറ്റ് അല്ല, കിയ സോണറ്റ് ആണ്. ഒരു 4 മീറ്റർ പരിധിക്കകത്തുള്ള വണ്ടി. ഡിസൈനൊക്കെ അവരവരുടെ ചോയ്സാണ്. ഇഷ്ടപ്പെടാം, കൂടുതൽ ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേ കാണില്ല. ആരെയും കുറ്റം പറയാൻ പറ്റൂല. ടൈഗർ നോസ് ഗ്രില്ലിൽ മാത്രമല്ല, വിൻഷീൽഡിന്റെ ടോപ്പ് ഭാഗത്തും കണ്ടു. പിന്നിലെ ടെയിൽ ലാമ്പ് സ്പ്ലിറ്റും ഫങ്ഷണലുമാണ്. പക്ഷേ മുന്നിൽ കണ്ടതുപോലെ ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലാമ്പും LED അല്ല. പിന്നിൽ മാത്രമല്ല, മുന്നിലും പാർക്കിംഗ് സെൻസർ ഉണ്ട്. പൊതുവെ SUV കാറ്റഗറി വണ്ടികൾക്ക് ബൂട്ട് അല്പം കുറവാണ്. സോണറ്റിന് ഏകദേശം 385 ലിറ്റേഴ്സ് കപ്പാസിറ്റി ഈ K2 പ്ലാറ്റ്ഫോമിൽ നിന്ന് ഹ്യുണ്ടായി കിയ എഞ്ചിനീയേഴ്സിന് കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ലഗേജ് റൂഫിലോട്ട് നോക്കേണ്ടി വരും. പക്ഷേ കമ്പനി തന്നെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പുറത്തുനിന്ന് നോക്കിയാൽ ഫ്രണ്ട് വശത്ത് സ്റ്റഡും ബാക്ക് വശത്ത് ടോർഷൻ ബീമും. അതിന് സപ്പോർട്ടായിട്ട് അപ്പോളയുടെ 215/60 R16 പ്രൊഫൈലുള്ള ടയറുകളും കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തോട്ട് കയറാം. വേണ്ട, ഒരു കാര്യം കൂടെ. പാസീവ് എൻട്രി ബട്ടൺ ഹ്യുണ്ടായികളെ പോലെ ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ, കോ ഡ്രൈവർ സൈഡ് ഇല്ല. ഇനി ഉള്ളിലോട്ട് പോവാം. ആദ്യം സീറ്റ്. ഒരുപാട് ഹാർഡും അല്ല, എന്നാൽ സോഫ്റ്റും അല്ല, ഒരു മീഡിയം. ഫ്രണ്ട് 2 സീറ്റുകളും എയർ വെന്റിലേറ്റർ ആണ്. സ്വിച്ചുകൾ ഇവിടെയുണ്ട്. ചെറിയ ആളുകൾക്കും ഇടത്തരക്കാരും ഓക്കെ ആയിരിക്കും. കുറച്ച് സൈസ് ഉള്ളവർക്ക് പാടായിരിക്കും. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടാ. ഇനി പിറകിലോട്ടാണെങ്കിൽ മുന്നിലത്തെ പോലെ തന്നെ ആം റെസ്റ്റും ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആണ്. ബാക്ക് ആം റെസ്റ്റിൽ 2 കപ്പ് ഹോൾഡേഴ്സും ഉണ്ട്. റിയർ സീറ്റ് ഒന്നും അത്ര വിശാലമല്ല, ലെഗ് റൂം ഒക്കെ ആവറേജ് ആണ്. പക്ഷെ പിറകിലെ AC വെന്റും റിയർ ഡോറിൽ വരുന്ന കർട്ടനും പിറകിലെ യാത്ര അടിപൊളിയാക്കും. എങ്കിലും സെൻട്രൽ ടണൽ പണിയാണ്. സ്റ്റോറേജ് സൈഡ് പറയാൻ ഗ്ലോ ബോക്സ്, ഡ്രൈവർ ആം റെസ്റ്റ്, ഫ്രണ്ട് ഡോറിൽ വരുന്ന അംബ്രല്ല ഹോൾഡറും ബാക്കി ബോട്ടിൽ ഹോൾഡേഴ്സും തന്നെയാണ്. പിന്നെ ഈ 2 സീറ്റ് പോക്കറ്റ്. സാധാരണ ഇടതുവശത്ത് മാത്രം കാണുന്ന മാഗസിൻ പോക്കറ്റ് വലതുവശത്തും കൂടി കൊടുത്തിരിക്കുന്നു. തീർന്നില്ല, ഇടത് സീറ്റിൽ മുകളിലായി ഒരു ചെറിയ പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. മൊത്തം മോഡേൺ ആണ്. സീറ്റുകളും സ്റ്റിയറിംഗ് വീലും ലെതർ റാപ്പാണ്. കഴിഞ്ഞില്ല, കണ്ണ് വിടാതിരിക്കാൻ ഡോർ പാഡുകളിൽ ഇത്തിരി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ സൂക്ഷ്മമായി നോക്കിയാൽ ചിലയിടങ്ങളിൽ ഫിറ്റ് ആൻഡ് ഫിനിഷ് കുറവ് തോന്നിയേക്കാം. ഓവറോൾ അടിപൊളിയാണ്. ഫീച്ചേഴ്സിന്റെ നിറകുടമാണ് കൊറിയൻ വാഹന നിർമ്മാതാക്കൾ. അതിൽ ചിലത് ക്രൂയിസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മൗണ്ടഡ് ബട്ടൺ ഫോർ ഇൻഫോർടൈൻമെന്റ്, ഓട്ടോ AC, വെന്റിലേറ്റഡ് സീറ്റ്, സൺറൂഫ്, ഇങ്ങനെ നീളുന്നു. എന്തെങ്കിലും കുറവായി പറയാൻ ഓട്ടോ ഡിം റിയർ വ്യൂ മിറർ ഇല്ലാത്തതും ഗ്ലോ ബോക്സ് കോൾഡ് ഫീച്ചർ അല്ലാത്തതും വേണമെങ്കിൽ എടുത്തു പറയാം. റീഡിംഗ് ലാമ്പ് മുന്നിലും പിറകിലുമുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാം തന്നെ ഇതിലുണ്ട്. 6 എയർ ബാഗ്, ABS, EBD, ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസർ, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ്. ഇനി വണ്ടി മൂക്കാമണ്ട ഇടിച്ച് വീണാലോ? പിറകിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട്. കീ അതിനുള്ളിൽ കയറ്റി വലത്തോട്ട് ഒറ്റപ്പടി. വോക്സ് ഓണിൽ മാത്രം ഞാൻ കണ്ട ഫീച്ചർ. റിയർ സീറ്റുകൾക്ക് ലോഡ് സെൻസർ ഉള്ളതുകൊണ്ട് അനാവശ്യമായി നിലവിളിക്കൂല. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. റിവ്യൂ ചെയ്യണ സമയം ഉച്ചയായതുകൊണ്ട് ഇവിടെ ആരുമില്ല എന്ന് കരുതി. പക്ഷേ എനിക്ക് തെറ്റി. പിന്നെയാണ് മനസ്സിലായത് ഇത് അവന്റെ സ്ഥലമാണെന്ന്. ഭാഗ്യം കടിച്ചില്ല. മുന്നിലും പിന്നിലും ഡിസ്ക്. അതിനാൽ എവിടെ ചവിട്ടുന്നോ അവിടെ ബ്രേക്ക്. ചെറിയ എഞ്ചിനാണ്, സ്വാഭാവികമായും ടർബോ ലാഗ് ഉണ്ട്. മിഡ് റേഞ്ച് ഓക്കെയാണ്. അതിനാൽ ഇതിന്റെ DCT ഗിയർ ബോക്സിന് കാര്യമായ പണിയുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. ഗിയർ ബോക്സും ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൂസിയാസിന് പറ്റിയതാണോ എന്ന ചോദ്യത്തിന് ഉത്തരം ഫൺ എന്ന് മാത്രം പറയാനേ തോന്നുന്നുള്ളൂ. 3 സിലിണ്ടർ ആണെന്ന് ആരും പറഞ്ഞു തരണ്ട. ബഹളം പുറത്തുണ്ട്. അകത്ത് കയറിയ ആ ശബ്ദം ഒരു നോട്ടായിട്ട് മാറി. വാവ്, എന്ത് അത്ഭുതം!
പവർ എടുത്ത് തുടങ്ങുന്നത് ഏകദേശം 2000 RPM അത് ഒരു 5000 RPM വരെയൊക്കെ പവറായി കിട്ടുന്നുണ്ട്. 3 പവർ മോഡ്സ് ഉണ്ട്. സ്റ്റാർട്ട് ആവുന്നത് നോർമൽ മോഡിലാണ്. കുഴപ്പമില്ല എന്നല്ലാതെ ഒന്നും പറയാനില്ല. പിന്നെയുള്ളത് എക്കോയും സ്പോട്ടുമാണ്. എക്കോയിൽ വലിയ കഥയില്ല, പക്ഷേ സോണറ്റിന് മൈലേജ് വേണമെങ്കിൽ ഈ മോഡിനെ ആശ്രയിക്കേണ്ടി വരും. പിന്നെയുള്ളത് സ്പോട്ട് മോഡ്. സോണറ്റിൻ്റെ മാക്സിമം ഇതിലാണ്. സ്പോട്ട് മോഡിൽ ഡ്രൈവ് ഇട്ടാൽ 3500 RPM ഗിയർ ഷിഫ്റ്റ് ആകുന്നുണ്ട്. എങ്കിൽ സ്പോട്ട് മോഡിൽ പാഡൽ ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചാൽ 5000 RPM മുകളിൽ ചെന്ന് നിന്നിട്ട് ഓട്ടോ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഗിയർ അന്നേരം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടു. പാർക്കിൽ ഒരു മോഡിലും 5000 RPM കൂടുതൽ റെവ് ചെയ്യുന്നില്ല. ഡ്രൈവ് മോഡ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. അതിൻ്റെ ഒപ്പം ട്രാക്ഷനും ഉണ്ട്. ഹീറ്റ് കുറച്ച് കൂടുതലായി എനിക്ക് അനുഭവപ്പെട്ടു. കാരണം 5 കിലോമീറ്ററിനകത്ത് ഓടിയ ശേഷമാണ് ഇതിൻ്റെ ഹൂഡൊന്ന് തുറക്കാൻ ശ്രമിച്ചത്. ലോക്കും ഹൂഡും തൊടാൻ പറ്റാത്ത അവസ്ഥ. ഇനി ആർക്ക് വേണ്ടിയാണ് സോണറ്റ് ടെർബോ പെട്രോൾ എന്ന ചോദ്യത്തിന് മൈലേജ് അല്ല കാർ വാങ്ങുന്ന അടിസ്ഥാനമെങ്കിൽ പുതുമ ഇഷ്ടപ്പെടുന്ന ഒന്നിനും കുറവില്ലാത്ത ഒരു വാഹനമാണ് സോണറ്റ്. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഏത് വാഹനമായാലും കണ്ടും ഓടിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം തീരുമാനത്തിലെത്തുക.